ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് നമുക്കൊരു കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസ് വരുന്നത് 22 ആണ്. പിന്നെ 3 to 4 ഏജ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 9 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും 5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് ഇഞ്ചസ് വരുന്നത് 8 ആണ്. അലവൻസ് ആയിട്ട് ഒരു 1/2 ഇഞ്ചസും കൂടി കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിന് 7 ഇഞ്ചസ് ആണ്, അതുപോലെ 1/2 ഇഞ്ചസ് അലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ്, അതുപോലെ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് കൊടുത്തിട്ടും ചെയ്യാം. ഞാനിവിടെ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് പീസ് 2 ഇഞ്ചസ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. 2 ഇഞ്ചസ് തന്നെയാണ് ബാക്ക് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് നമുക്ക് ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2.5 ഇഞ്ചസ് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ആം ഹോള് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ 30 ഇഞ്ചസ് ലെങ്തും 30 ഇഞ്ചസ് വിഡ്ത്തുമുള്ള 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ലെങ്ത് ഫുൾ ലെങ്ത് വേണമെങ്കിൽ 40 ഇഞ്ചസ് ഒക്കെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ലെങ്തും വിഡ്ത്തും സെയിം ആയിരിക്കണം, അപ്പോഴേ നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ 4ആയിട്ട് 2 പീസും ഫോൾഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് യോക്ക് പാർട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് വേസ്റ്റ് റൗണ്ട് 7 ഇഞ്ചസ് ആണല്ലോ. ആ 7 ഇഞ്ചസ് ഈ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് പിടിക്കാം. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടൂലേ. 7 ഇഞ്ചസ് ഇതുപോലെ പിടിക്കുമ്പോൾ 2 പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നമുക്ക് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെത്തേഡ് വരുന്നത് വേസ്റ്റ് റൗണ്ട് എത്രയാണോ +4 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. ഇത് തന്നെയാണ് കിട്ടുന്നത് 4 ഇഞ്ചസ്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 2 മെത്തേഡും പറഞ്ഞത്. ഈ ഒരു പോർഷൻ 2 പീസിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ലെങ്ത് താഴേന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴേന്ന് 3 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് വിഡ്ത്ത് 7 ഇഞ്ചസ് ആണ്. 7 ഇഞ്ചസ് കിട്ടിയത് നമ്മൾ ആം ഹോളിന് 5 ഇഞ്ചസ് ആണല്ലോ എടുത്തത്. ആ 5 ഇഞ്ചസ് + 2 ഇഞ്ചസ് ആണ് 7 ഇഞ്ചസ്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 1.5 ഇഞ്ചസ് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാപ്പ് ഹൈറ്റ് ആണ് കേട്ടോ 1.5 ഇഞ്ചസ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ കർവ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചസ് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ചസ് ഓർ 1 ഇഞ്ചസ് അലവൻസ് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സെൻറ്റർ പോർഷനിലും അതുപോലെ ആ ലൈൻസ് വരച്ച പോർഷനിലൊക്കെ നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം.
ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലൈനിങ് കൊടുത്തിട്ടില്ല, അപ്പോൾ ലൈനിങ് വേണമെന്നുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നെക്ക് നമുക്ക് ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നല്ല വശവും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ത്രെഡൊന്നും കട്ടാവാതെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ടിട്ട് ഫോൾഡാക്കിയിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് 2 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്തുമുള്ള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്കിൽ ആ ഹൂക്ക് വെക്കുന്ന പീസില്ലേ, അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മൾ ഫാബ്രിക്കിൽ മെയിൻ പീസിൽ എത്ര കട്ടിംഗ് ആണ് കൊടുത്തത് അതേപോലെ ലൈനിങ് ഈ ഒരു കുഞ്ഞു പീസിലും കൊടുക്കാം. അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വി പോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ടിട്ട് നമുക്ക് മറിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ 4 സൈഡ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലൈനില്ലേ, പഫ് കൊടുത്തിട്ടുള്ള ആ ലൈനിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് ഉള്ളിലേക്ക് പ്ലീറ്റ്സ് കൊടുക്കാം. അതായത് സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുക്കാം. സെൻറ്റർ പോർഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ 3 പ്ലീറ്റ്സ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടം പോർഷനിലും ഇതുപോലെ പ്ലീറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ ബോട്ടം പോർഷനിൽ 3 പ്ലീറ്റ്സ്, ചെറിയ 3 പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ വേണമെങ്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് മടക്കി അടിച്ചിട്ടാണ് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തത്. ഇനി നമുക്കിത് യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ബോട്ടം മുതൽ യോക്ക് പോർഷൻ്റെ ബോട്ടം പോർഷനില്ലേ അതുവരെ നമുക്ക്, വേസ്റ്റിൻ്റെ പോർഷനില്ലേ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വള്ളിയൊന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ 4 സൈഡ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സ്കേർട്ടും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ട് വരുന്ന പോർഷനിലെ വേസ്റ്റ് പോർഷനിൽ നമുക്ക് പിന്ന് 2ഉം കൂടി ചേർത്ത് വെച്ചിട്ട് പിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടോ നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം യോക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ടും റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.